കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് +1 ഇംഗ്ലീഷ് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ പോയമാണ് പഠിക്കാൻ പോകുന്നത്. ആരുടെയാ? നവോമി ഷിഹാബ് നൈ എഴുതിയ സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു മനോഹരമായ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ പേരെന്താണ്? സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഇതെന്ന് പറഞ്ഞ ഒരു പൊയമാണ്. അപ്പോൾ ഈ പൊയത്തിൽ നമ്മളോട് സന്തോഷത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ സന്തോഷം എന്ന് പറയുന്നത് പിടിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല, പകരം അത് നമ്മുടെ സന്തോഷം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും പോകുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഊർജമാണ് സന്തോഷം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഈ പൊയോ ആണുള്ളതെങ്കിൽ പൊയത്തിലെ ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കി വേണം പോകാൻ. കാരണം പൊയത്തിലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പൊയത്തിന്റെ കുറച്ച് വരി തരും, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഉത്തരം എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ വരികളുടെ അർത്ഥം അറിഞ്ഞിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അതിലെ പൊയറ്റിക് ഡിവൈസസ് എന്ന് വെച്ചാൽ റൈമിങ് സ്കീം എഴുതേണ്ടി വരും, റൈമിങ് വേർഡ് എഴുതാൻ പറയും, മെറ്റഫർ ആണോ, അതായത് പേഴ്സണിഫിക്കേഷൻ ആണോ, ഉപമയാണോ, അങ്ങനെയൊക്കെ ഉള്ളത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ വേണം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് പോയം പഠിക്കുമ്പോൾ ഈച്ച് ലൈൻ ബൈ ലൈൻ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഇനി പഠിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ഓരോ വരിയായിട്ട് അർത്ഥം പറഞ്ഞു തരാം. ഓക്കെ, നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. It is difficult to know what to do with so much happiness. Okay, അപ്പോൾ അതിനർത്ഥം it is difficult to know what to do with so much happiness. It is difficult, വളരെ പ്രയാസമാണ്, to know, അറിയാൻ, what to do, എന്ത് ചെയ്യണം, with so much happiness. അതായത് നമുക്കറിയാം, നമുക്ക് സന്തോഷം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മൾ അത്രമാത്രം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. ഇത്രയധികം സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പ്രയാസമാണ്. വിത്ത് സാഡ്നെസ് ദർ ഈസ് സംതിങ് ടു റബ് അഗെയിൻസ്റ്റ്. അപ്പോൾ സങ്കടത്തോടൊപ്പം നമുക്ക് എന്തിൻ്റെയും ഒരു സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ സങ്കടം വന്നാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിന് വിട്ടതാണ്, എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് പ്രയാസമാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. എ വൂണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. അപ്പോൾ എ വൂണ്ട് എന്ന് വെച്ചാൽ മുറിവ്. അപ്പോൾ ഒരു മുറിവാണെങ്കിൽ നമുക്കൊരു സങ്കടമാണ് അല്ലേ, അത് വന്നാൽ നമുക്കറിയാം. മുറിവിന് ഒരു സങ്കടകരമായ കാര്യമായിട്ട് ഇവിടെ എടുക്കുമ്പോൾ എന്താണ് നമുക്കറിയാം, മുറിവ് ഒരു സങ്കടകരമായ കാര്യമാണ്. അത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, മരുന്ന് വെക്കണമെന്നറിയാം അല്ലേ. അപ്പോൾ ഒരു തുണിയും അതിൻ്റെ ലോഷനൊക്കെ വെച്ചിട്ട് നമുക്കതിനെ എന്താണ് മുറിവ് കെട്ടിവെക്കാം, അല്ലെങ്കിൽ അതിനെ പരിചരിക്കണമെന്ന് അറിയാം. പക്ഷെ നമുക്ക് സന്തോഷം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. വെൻ ദ വേൾഡ് ഫോൾസ് ഇൻ അറൗണ്ട് യു യു ഹാവ് പീസസ് ടു പിക്ക് അപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റും ലോകം തകർന്നടിയുമ്പോൾ യു ഹാവ് പീസസ്, നിങ്ങൾക്ക് എന്തുണ്ടാകും, കഷ്ണങ്ങൾ ഉണ്ടാകും. ടു പിക്കപ്പ്, അതായത് എൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ചുറ്റും ലോകം തകർന്നടിയുമ്പോൾ പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ് ലൈക്ക് ടിക്കറ്റ് സ്റ്റബ്സ് ഓൺ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് സ്റ്റബ് എന്ന് വെച്ചാൽ ടിക്കറ്റ് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞ് ചില്ലറ പൈസയോ എന്തെങ്കിലും കാണും. അത് സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ്, അത് നിങ്ങളുടെ കയ്യിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിക്കാൻ ടിക്കറ്റ് കഷ്ണങ്ങളോ ചില്ലറ പൈസയോ എന്തെങ്കിലുമൊക്കെ കാണും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നമുക്കൊരു സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടത്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇറ്റ് ഡസൻറ്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഈ സന്തോഷത്തിന് നമ്മളെ എങ്ങനെയാണ് ഹോൾഡ് ഇറ്റ് ഡൗൺ, അതായത് താഴത്തേക്ക് കെട്ടാൻ പറ്റില്ല. അതായത് ഈ സന്തോഷത്തിന് നമ്മളെ താഴത്തോട്ടാക്കാൻ അല്ലെങ്കിൽ താഴ്ത്തി അമർത്തി പിടിക്കാൻ എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ താഴെത്തട്ടിലോട്ടാക്കാൻ സന്തോഷത്തിന് അതിന് ആവശ്യമില്ല, അതിന് നമ്മുടെ ആവശ്യമൊന്നുമില്ല. അതായത് ഈ വായുവിലൂടെ ഒഴുകി നടക്കുവാണ് സന്തോഷം. ആ വായുവിലൂടെ ഒഴുകി നടക്കുന്ന സന്തോഷം താഴത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യമില്ല. നമ്മൾ സന്തോഷം കൊണ്ട് മതിമറന്ന് ഇങ്ങനെ ഉയർന്നിങ്ങനെ നിൽക്കുവാണ് എന്നാണ് പറയുന്നത്.
നമ്മൾ മറ്റേ പൊയമൊക്കെ പഠിക്കില്ലേ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ ഞാനിപ്പോൾ മാനത്ത് വലിഞ്ഞു കയറും എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അതുപോലെ നമ്മൾ സന്തോഷം വരുമ്പോൾ ഭയങ്കര അങ്ങ് ഉച്ച സ്ഥായിൽ നിൽക്കും എന്നാണ്. അപ്പോൾ അതിന് നമ്മളെ താഴത്തോട്ട് പിടിച്ച് തള്ളിയിടാൻ ആർക്കും പറ്റത്തില്ല, നമ്മളെ കൊണ്ട് തന്നെ പറ്റത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡസൻ നീഡ് എനിത്തിങ്, ഇതിന് ഡസൻ നീഡ് എനിത്തിങ്, ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ്. അതായത് ഇവിടെ കവി പറയുന്നത് ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ്, അടുത്ത വീടിൻ്റെ മേൽക്കൂരയിൽ പാട്ട് പാടിക്കൊണ്ട് സന്തോഷം വന്നിറങ്ങുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. പിന്നെ എന്താണ് സന്തോഷം എന്ന് വെച്ചാൽ അങ്ങനെ വന്നിറങ്ങും, പക്ഷേ അതിന് തോന്നുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഡിസപ്പിയേഴ്സ്, അത് എപ്പോഴാണോ അതിന് തോന്നുന്നു. സന്തോഷം നമുക്ക് അറിയാൻ പറ്റില്ല, എപ്പോഴും വരുമെന്നോ എപ്പോഴും പോകുന്നു പറയാൻ പറ്റില്ല അല്ലെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ സന്തോഷം അതിന് തോന്നുമ്പോൾ എന്ത് ചെയ്യും, അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. യു ആർ ഹാപ്പി എയ്തർ വേ, പക്ഷേ നിങ്ങൾ എങ്ങനെയായാലും സന്തോഷവാനായിരിക്കും. ഓക്കെ, ഈവൻ ദ ഫാക്ട് ദാറ്റ് യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ്. അപ്പോൾ ഈവൻ ദ ഫാക്ട് ദാറ്റ്, അപ്പോൾ അവിടെ ഒരു ഫാക്റ്റ് പറയാണ്, ദാറ്റ് യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ്. നിങ്ങളൊരു ശാന്തമായ ഒരു മര വീട്ടിലാണ് താമസിച്ചിരുന്നത്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു. ആൻഡ് നൗ ലീവ് ഓവർ എ കോറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ്. പക്ഷേ ഇപ്പോൾ അപ്പോൾ ആദ്യം നിങ്ങളൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട്ടിൽ ഒരു ശാന്തമായ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് വെച്ചാൽ കോറി ഓഫ് നോയ്സ് ആൻഡ് ഡസ്റ്റ്, അതായത് ഭയങ്കര ബഹളവും പൊടിപടലങ്ങളും ഒക്കെ നിറഞ്ഞത് ഒരു കോറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഖനനമൊക്കെ ചെയ്യുന്ന സമയം. അപ്പോൾ അതുപോലെ എപ്പോഴും നോയ്സ് ആയിരിക്കും, പൊടിയും ഒക്കെ. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിലും കനോട്ട് മേക്ക് യു അൺഹാപ്പി. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണെങ്കിലും നിങ്ങൾക്കതിനെ അൺഹാപ്പി, നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷമില്ലാത്തവനാക്കാൻ പറ്റുന്നില്ല. അതായത് ഇവിടെ ഒരു പറയുന്നത് എന്താണ്, നമ്മൾ ഓരോ സാഹചര്യങ്ങളെ മറികടക്കുന്നുള്ളൊരു സന്തോഷമാണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്മളൊരു മുമ്പൊരു ശാന്തമായിട്ടുള്ള ഒരു മരവീട്ടിലാണ് ജീവിച്ചിരുന്നത്, ഇപ്പോൾ ഈ ബഹളവും പൊടിയും നിറഞ്ഞ കോറിയുടെ അടുത്താണ് ജീവിക്കുന്നതെന്നും സങ്കല്പിച്ചാൽ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ആ മോശ സാഹചര്യത്തിൽ പോലും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ സന്തോഷമാണെങ്കിൽ അവിടെ ഇത്ര പൊടിപടലങ്ങളോ ഡസ്റ്റ് അല്ലെങ്കിൽ ബഹളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ നിങ്ങൾ അതൊന്നും ബാധിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അടുത്ത വരി എന്താ, എവറിത്തിങ് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ എവറിത്തിങ്, എല്ലാറ്റിനും ഹാസ് ഉണ്ട്, എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ അതിൻ്റേതായ ഒരു ജീവിതം ഉണ്ട്, അതിൻ്റേതായ ഒരു ജീവനുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ജീവനുണ്ട്. ഇറ്റ് ടു കുഡ് വേക്കപ്പ് ഫിൽ വിത്ത് പോസിബിലിറ്റീസ്. അപ്പോൾ ഇറ്റ് ടു കുഡ് വേക്കപ്പ് ഫിൽ വിത്ത് പോസിബിലിറ്റീസ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ സാധ്യതകൾ നിറഞ്ഞ് ഉണരാൻ കഴിഞ്ഞേക്കുമെന്നാണ്. അതായത് നമുക്ക് എല്ലാത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഓഫ് കോഫി കേക്ക് ആൻഡ് റൈപ്പ് പീച്ചസ്. ഓക്കെ, അപ്പോൾ കോഫി കേക്കിൻ്റെയും റൈപ്പ്, അതായത് പഴുത്ത പീച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പഴങ്ങളുടെയും ആ ഒരു സാധ്യതകൾ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കുഞ്ഞു കാര്യത്തിൽ വേണമെങ്കിലും നിങ്ങൾ സന്തോഷം കണ്ടെത്തണം, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ലവ് ഈവൻ ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ്. അപ്പോൾ അതായത് നമുക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ആൻഡ് ലവ്, നമ്മൾ സ്നേഹിക്കുന്നു, ഈവൻ ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ്, അതായത് തൂത്തുവാരാൻ കിടക്കുന്ന തറയെ പോലും നമുക്ക് സ്നേഹിക്കാം. അപ്പോൾ നമ്മൾ സന്തോഷത്തിൽ, നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ വിഷമത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ജോലി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ആ വിഷമമുള്ള കാര്യത്തിനായിരിക്കും ചിന്തിക്കുന്നത്. അതേസമയം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ ചെയ്യുന്നു. ഇപ്പോൾ തൂത്തുവാരുന്നതാണല്ലോ എന്താണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷേ വിഷമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദ സോയിൽഡ് ലിനൻ ആൻഡ് സ്ക്രാച്ചഡ് റെക്കോർഡ്സ്. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. അതുപോലെ ഈ തൂത്തുവാരാൻ കിടക്കുന്ന തറയെ സ്നേഹിക്കാൻ കഴിയും. അതുപോലെ അടുത്ത് പറയുന്നത് ദ സോയിൽഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ സോയിൽഡ് ലിനൻ എന്ന് വെച്ചാൽ അഴുക്ക് പിടിച്ച് കിടക്കുന്ന ക്ലോത്ത്സ്, തുണികളെ പോലും, അല്ലെങ്കിൽ ലിനൻ ക്ലോത്ത്. ആൻഡ് സ്ക്രാച്ച്ഡ് റെക്കോർഡ്സ്, ഈ പോറലൊക്കെ വീണ് സ്ക്രാച്ചായി കിടക്കുന്ന റെക്കോർഡുകളെ വരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ എന്നാണ്. സിൻസ് ദെയർ ഈസ് നോ പ്ലേസ് ലാർജ് ഇനഫ്. എന്നിട്ട് എന്താ പറഞ്ഞത്, സിൻസ് ദെയർ ഈസ് നോ പ്ലേസ് ലാർജ് ഇനഫ്, വലിപ്പമുള്ള ഒരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്, അതായത് ഇത്രയധികം സന്തോഷം ഉൾക്കൊള്ളാൻ, അപ്പോൾ നമ്മുടെ ഈ സന്തോഷം ഉൾക്കൊള്ളാൻ ഉള്ള അത്രയും വലിപ്പമുള്ളൊരു സ്ഥലവും കണ്ടെത്താനില്ലാത്തത് കൊണ്ട്
യു സ്ട്രക്ക് യു റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു. അപ്പോൾ നമുക്ക് സന്തോഷം വന്നാൽ അത് പ്രകടിപ്പിക്കാൻ അത്രയും വലിയൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? യു സ്ട്രക്ക്, നിങ്ങൾ നിങ്ങളുടെ ചുമലുകളെ ഇങ്ങനെ ചലിപ്പിക്കുകയും യു റേസ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഉയർത്തുന്നു ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഇൻടു എവറിത്തിങ് യു ടച്ച്. അതായത് നിങ്ങൾക്ക് ഈ സന്തോഷം നിങ്ങളിങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഇൻടു എവറിത്തിങ് യു ടച്ച്, നിങ്ങൾ തൊടുന്ന എല്ലാത്തിലും ആ സന്തോഷം പോകുന്നു. അതായത് നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരെ, നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടെ എല്ലാത്തിനെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, യു ആർ നോട്ട് റെസ്പോൺസിബിൾ. അപ്പോൾ നിങ്ങൾ തൊടുന്ന എല്ലാത്തിൻ്റെയും ഉള്ളിലേക്ക് പോകണം, നിങ്ങളതിനെ ഉത്തരവാദിയില്ല. പക്ഷേ നിങ്ങളപ്പോൾ വിചാരിക്കും, ഞാൻ കാരണമാണ് അവരിപ്പോൾ സന്തോഷിക്കുന്നതെന്ന്. അങ്ങനെയല്ല, നിങ്ങളല്ല ഇത് റെസ്പോൺസിബിൾ എന്നാണ് പറയുന്നത്. യു ടേക്ക് നോ ക്രെഡിറ്റ് ആസ് ദ നൈറ്റ് സ്കൈ ടേക്ക് നോ ക്രെഡിറ്റ്. എന്നിട്ട് അടുത്ത വരി പറയുകയാണ്, യു ടേക്ക് നോ ക്രെഡിറ്റ്. നിങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കരുത്. ഞാൻ കാരണമാണ് ഇവരെല്ലാം സന്തോഷിക്കുന്നത്, കണ്ടോ, അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? നൈറ്റ് സ്കൈ ടേക്ക് നോ ക്രെഡിറ്റ്. അതായത് നൈറ്റ് സ്കൈ ടേക്ക് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. അപ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ ആ ക്രെഡിറ്റ് എടുക്കരുതെന്ന് പറയുന്ന കാരണം ഏതുപോലെയാണ്? ആസ് ദ നൈറ്റ് സ്കൈ, അതായത് രാത്രിയിലുള്ള ആകാശം ടേക്ക് നോ ക്രെഡിറ്റ് എടുക്കുന്നില്ല ഫോർ ദ മൂൺ. അത് നമുക്കറിയാം, രാത്രിയാകുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ നല്ല പ്രകാശിച്ച് നിൽക്കും. അപ്പോൾ ആ പ്രകാശം നമുക്ക് അനുഭവപ്പെടുന്ന ആ സ്കൈ അങ്ങനെ ഇരുണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ശരിക്കും ആ ചന്ദ്രൻ്റെ ഭംഗി നമ്മൾ അറിയുന്നത് ആ ആകാശം കറുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ആകാശത്തിന് പറയാം, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നീ നിന്റെ ഇത്രയും സൗന്ദര്യം കാണുന്നത് എന്ന് പറഞ്ഞ് ആകാശത്തിന് ക്രെഡിറ്റ് എടുക്കാം. പക്ഷേ സ്കൈ അങ്ങനത്തെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. അപ്പം അതുപോലെ നമ്മളും ആയിരിക്കണം. ഓക്കെ, പക്ഷേ അത് ക്രെഡിറ്റ് എടുക്കുന്നില്ല, ബട്ട് കണ്ടിന്യൂസ് ടു ഹോൾഡ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. പക്ഷേ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ സ്നേഹം ആകാശം ഇതിങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുവാണ് ആ ചന്ദ്രനുമായിട്ട് എന്നാണ്. അപ്പം അതുപോലെ ഇപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ നല്ല ഭംഗിയുള്ളതാവാൻ കാരണം ആകാശമാണ്. എന്നിട്ട് ആകാശം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. അപ്പം അതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുക, പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഞാൻ കാരണമാണ് ഇവർ സന്തോഷിക്കുന്നത്, അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ രാത്രിയിലെ ആകാശം ഒട്ടും ക്രെഡിറ്റ് എടുക്കാത്തതുപോലെ നിങ്ങളും ക്രെഡിറ്റ് എടുക്കുന്നില്ല. ചന്ദ്രൻ്റെ കാര്യത്തിൽ പകരം അതിനെ താങ്ങി നിർത്തുകയും പകരം വയ്ക്കുകയും ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് വേ ബി നോൺ. അപ്പോൾ ആൻഡ് ഇൻ ദാറ്റ് വേ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ബി നോൺ. അപ്പോൾ അത് അറിയപ്പെടുന്നു എന്നാണ് ഇവിടെ തീർക്കുന്നത്. അതായത് ആകാശത്തിനെ പോലെ സന്തോഷവും അറിയപ്പെടുക. അപ്പം നമ്മളും ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. സന്തോഷം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ പോസിറ്റിവിറ്റി മറ്റൊരാളിൽ വരുന്നത്. അപ്പം നമ്മൾ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സന്തോഷിക്കുന്നതെന്ന് പറയരുത്, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയരുത്. നമ്മളുടെ ഉള്ളിൽ സന്തോഷം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കാണ് അവിടെ ക്രെഡിറ്റ് പോകുന്നത്? സന്തോഷത്തിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആകാശം പോലെ സന്തോഷവും അറിയപ്പെടുന്നു. ഈ രീതിയിൽ ആകാശം പോലെ സന്തോഷം അറിയപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളും ഒന്നിനും ക്രെഡിറ്റ് എടുക്കാതെ നമ്മൾ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിത. ഓക്കെ, കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സന്തോഷം നമ്മൾ ഒതുക്കി വെക്കരുത്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഓക്കെ, അതിലൂടെ എല്ലാവരും സന്തോഷത്തിൽ വരാൻ തക്കവണ്ണം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം നിങ്ങളും എന്നാണ് ഈ ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററാണ്. ഇനി ഇതിനകത്ത് ആക്ടിവിറ്റീസും കുറച്ച് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റീസ് പറയുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് ഞാൻ +1കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് അത് പറഞ്ഞാൽ
കുറച്ചുകൂടെ ആ സബ്ജക്റ്റ് ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാനിവിടെ ന്യൂ ട്യൂഷൻ സെൻറ്റർ ഞങ്ങൾ LMS HSS ചെമ്പൂർ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ LMS HSS ചെമ്പൂരോ അവിടെ ആ പരിസരത്ത് ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു ട്യൂഷൻ സെൻറ്ററിനായി തപ്പി നടക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.